ഇത് വളരെ രസകരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താലാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീണ്ടും ഒരു റമളാൻ നമ്മളിലേക്ക് ആഗതമാകുകയാണ്. റമളാനിൽ അല്ലെങ്കിൽ പെരുന്നാളിലേക്ക് നമ്മൾ ധാരാളം തൊപ്പികൾ പൊതുവേ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വർഷവും സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കളറിൽ തന്നെ നമ്മൾ തൊപ്പികൾ ഇറക്കിയിട്ടുണ്ട്. ഇത് വളരെ രസകരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താലാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നോർമലി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു കളർ അല്ലെങ്കിൽ 2 കളർ, തുടക്ക സമയത്ത് 4 കളർ, അങ്ങനെ നമ്മൾ തൊപ്പി ഇതുവരെ ഒരു ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം 6 കളറിൽ ഉള്ള തൊപ്പികൾ, ഏറ്റവും കൂടുതൽ ഉമ്മമാർ പറഞ്ഞത് മദ്രസ പോകുമ്പോൾ കുട്ടികൾക്ക് വെള്ള കളറിലുള്ള തൊപ്പി വേണം എന്നുള്ളതാണ്. ആ വെള്ള കളറ് അൽഹംദുലില്ലാഹ് നമുക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ എപ്പോഴും നമ്മളിൽ കൂടുതൽ സെയിലാകുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കളറുണ്ടല്ലോ, ക്രീം കളർ, അതാണ്. പിന്നെ അതിന് ശേഷം കുറേ ആളുകൾ ചോദിച്ചിരുന്നൊരു കളറ് ഗ്രേ കളറായിട്ടുള്ള ഈ ഒരു കളറാണ്. അതുകൂടാതെ തന്നെ ഭയങ്കര ഡ്രസ്സുകളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് മാച്ച് ആകുന്ന ഒരു കളറാണിത്. വൈറ്റ് കളറിലേക്കൊക്കെ ബ്രൗൺ കളർ ഭയങ്കര ചേർച്ചയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ തുടങ്ങി. അതുകൂടാതെ തന്നെ റെഡ് കളർ, മെറൂൺ ടൈപ്പിലുള്ള കളറ്, പിന്നെ ഡാർക്ക് ബ്ലൂ ഞാൻ അധികം ധരിക്കുന്ന കളറാണ്. പിന്നെ കുറഞ്ഞ ഒരു എണ്ണം കുറച്ചൊരു ബ്ലാക്ക് കളറ് നമ്മളെ എന്താ പറയുക, ചെറുപ്പക്കാരായ ചെക്കന്മാർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 10-50 പീസിൻ്റെ അടുത്തേ അതുണ്ടായിട്ടുള്ളൂ. എനിവേ, വിഷയത്തിലേക്ക് വരാം. അതായത് ഇത്രയും കളറുകൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് പേപ്പറിൽ 3 കളറുകൾ എഴുതും. നമ്മളെ തൊപ്പിയുടെ 3 കളറുകൾ എഴുതും. ഈ 3 കളറുകൾ നമ്മൾ പരിപാടിക്ക് ഇപ്പോൾ ഇന്ന് ത്വാഹാത്തങ്ങളും ഷെഹിൻ ബാബും ഇൻഷാദും എല്ലാവരും ഉള്ള നമ്മളെ ടീമിൻ്റെ പരിപാടിയാണ്. പോകുന്ന വഴിയിൽ ഞാൻ അവരോട് പറയും, ഞാൻ ഇങ്ങനെ തൊപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. 6 കളറുകളിലാണ് തൊപ്പി കൊണ്ടുവന്നത്. എന്നാൽ അതിൽ 3 കളറ് ഞാൻ ഈ ഒരു കടലാസിൽ എഴുതിയിട്ടുണ്ട്. ഈ കളറ് കൃത്യമായിട്ട് നിങ്ങളിൽ ആരാണോ പറയുന്നത്, അവരുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത് എല്ലാവർക്കും ഓരോ തൊപ്പി വീതം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ഒരു രീതിയിൽ ഒരു രസകരമായ രീതിയാണ്, എന്നാൽ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ തൊപ്പി ഓൾറെഡി തങ്ങളുടെ ചെറിയ മോനും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എന്നാലും നമ്മളെ വകയായിട്ട് ഒരു രസകരമായ രീതിയിൽ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കാം. അപ്പോൾ ആ 3 കളർ നമുക്കൊന്ന് എഴുതി വെക്കാം. ആദ്യം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം കളർ തന്നെ എഴുതാം അല്ലേ, ക്രീം. രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ കുറേ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള കളറാണ് ഗ്രേ കളർ എന്ന് പറയുന്നത്, അത് എഴുതാം, ഗ്രേ. മൂന്നാമത് ഓർക്കൊരു എന്താ പറയുക, എന്നിട്ട് അവരൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ എഴുതാം. 6 കളറുണ്ടല്ലോ, ഇതിൽ ഗ്രേയും ക്രീമും ചിലപ്പോൾ അവരിൽ പലരും പറയാൻ സാധ്യതയുണ്ട്. ബ്രൗണ് കൂടി കൃത്യമായിട്ട് ആര് പറയും എന്ന് നമുക്ക് നോക്കി വെക്കാം. ആരാ പറയാമെന്ന് എനിക്കും അറിയില്ല, നമുക്ക് പോയി വെക്കാം. സാധാരണ നമ്മൾ ഒരു കളറ് 2 കളറ് കൂടിപ്പോയ ഒരു 3 കളറേ നമ്മൾ സ്റ്റോക്ക് ഇറക്കാറുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു 6 കളറോളം തൊപ്പികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 6 കളറിൽ 3 കളർ ഞാനൊരു കടലാസിൽ എഴുതി ഈ പ്രേക്ഷകർക്ക് മുന്നിൽ ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 3 കളറ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറയുന്ന ആളുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഓരോ തൊപ്പി തരാൻ പോകാൻ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ കളറെന്ന് കൃത്യമായിട്ട് പറയാം. പറയൂ. പറയണോ? യെസ്, 3 കളറും പറയണോ? 3 കളറാ പറയണ്ടേ? 6 കളർ പറയണ്ടേ? ആദ്യം 3 കളർ ശരിയായി കൃത്യമായിട്ട് പറയുന്ന ആരാ ഉള്ളത് നോക്കാം നമുക്ക്. ഗ്രേ കളറ്. ഗ്രേ എപ്പോഴും ഉണ്ടാവുന്ന കളറല്ലേ? അതിന്റെ സാധാരണയായിട്ട് ഉണ്ടാവുന്ന കളറുകൾ ഇതിനെ പറ്റിയ സാധനങ്ങളാകട്ടെ. സാധാരണ കളറും പറ്റുമല്ലോ. സാധാരണയായിട്ടുള്ള കളറും പറയാൻ പറ്റും. അതായത് ഏകദേശം ഏതൊക്കെ കളറാന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഈ ഒരു ഞാൻ ഇറക്കുന്ന തൊപ്പികളിൽ. അതിൽ പിന്നെ 6 കളറിൽ 3 കളറാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. എഴുതി വെച്ച തന്നെ കൃത്യമായിട്ട് പറയണം. സാധാരണയായിട്ട് ചെയ്യുന്ന കളർ എഴുതിയിട്ടില്ല.
എങ്ങനെ ഞാൻ സാധാരണ ഉള്ളത് എഴുതിയിട്ടുണ്ടാകാം, എഴുതിയിട്ടില്ലാതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നിങ്ങളെ ഗസ് ശരിയാവോ, ആരുടെ ശരിയാകുക എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടത്. ഓക്കെ, ആദ്യം ഷെയ്ൻ ബാബു പറയൂ. ഗ്രേ കളറ്, മെറൂൺ കളറ്, ഗ്രേ മെറൂൺ. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, 3 തന്നെ കിട്ടുന്നില്ല, പിന്നെ 6 ഗ്രേ മെറൂൺ. പിന്നെ ഏത് കളറാ? വെള്ള കളറ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മളെ ഇൻഷാദിനോട് ചോദിച്ചു നോക്കാം. ലൈറ്റ് ഒന്നിട്ട്, ലൈറ്റ് എവിടെ? പറയട്ടെ, 3 കളറ് പറയണോ? എഴുതിയിട്ടുള്ള 3 കളറ് പറയണോ? ക്രീം കളറ്, റെഡ്, ബ്ലൂ. ഇനി നമുക്ക് ഷമീമിനോട് ചോദിച്ചോ. ഷമീം എന്ത്? ഞാൻ കണ്ടതാ എപ്പോ? പെട്ടി കൊണ്ടുവന്നത്. എഴുതിയത് കണ്ടുകണോ? എഴുതി കണ്ടില്ല. എന്നാ പറഞ്ഞു, പെട്ടി ബ്ലൂ, റെഡ്, യെല്ലോ, ക്രീം. അതന്നല്ലേ ഞാനും പറഞ്ഞേ. അതന്നെ ഞാനും പറഞ്ഞു. ഇത് ഇതൊന്നല്ല. മാറ്റി പറയണോ? അങ്ങനെയാണെ ബ്ലൂ, റെഡ്, യെല്ലോ. അങ്ങനെയാണെ വൈറ്റ്, യെല്ലോക്ക് പകരം മൈക്കിൽ പറയും. പൊട്ടനാ നീ. ബ്ലൂ, റെഡ്, വൈറ്റ്. തങ്ങള് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെത്തിയതിന് ശേഷം തങ്ങളോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് ഇവരെ മുന്നിൽ തന്നെ ഏതൊക്കെ കളറാന്നുള്ള പേപ്പറിൻ്റെ കീശയിലുണ്ട്, ഞങ്ങൾ എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ത്വാഹ തങ്ങളോട് നമ്മൾ നേരത്തെ പിന്നെ കളറ് ചോദിക്കുന്നതിന് മുന്നേ പിന്നെ ലേറ്റ് ആയപ്പോൾ പരിപാടിക്ക് വേണ്ടിയിട്ട് വേഗം ഇങ്ങോട്ട് വന്നതാണ്. പരിപാടി സ്ഥലത്ത് എത്തിയ പാട് ഫസ്റ്റ് എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഇയാളാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? മൊയിനുദ്ദീൻ എന്നായി ഇവരെ പേര്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ മൊയിനു PS അല്ലേ, OPS എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഏതൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തൊരു കാര്യം റീലിട്ടാലും ഇടുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുകയും ഒരു കമൻറ്റിലൂടെയെങ്കിലും ഇവർ നമ്മളെ എന്താ പറയുക കണ്ണിൽ പെടുക എന്ന് പറയുന്നത് അത് ഓർത്ത് വെച്ച് പിന്നെ അയാളെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സന്തോഷം ഈ മോനെ കണ്ടപ്പോൾ ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ട വേറൊരു കുട്ടി ഇവിടെ ഉണ്ട്. ഓനോട് പറഞ്ഞത് എൻ്റെ പേര് നാസിഫ് എന്നാ, ഞാൻ നിങ്ങളെ പോലെ പാട്ടൊക്കെ പാടുമെന്ന്. ഓനും കൂടി നമുക്ക് കാണിച്ചിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പരിപാടി കഴിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോൾ തങ്ങളോട് നമുക്ക് ആ ചോദ്യം ചോദിച്ചു നോക്കാം. അപ്പം നാസിഫ് വാ. പേരെന്താണ്? നാസിഫ്. മുഹമ്മദ് നാസിഫ്. ഞാനും തന്നെ. ഓൻ്റെ ചങ്ങായിമാരുണ്ട് ഇവിടെ. പാടാ. മുഹമ്മദ് ഇഷാൻ. ഒരുത്തൻ കുറവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പാടാ. മുഹമ്മദ് സഹീൻ. ഇതാ കുറവുള്ള ആളെത്തി. ഇതാ റിഫ്വാൻ. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. പിന്നെ മാത്രമല്ല മൊയിനു എന്ന് പറഞ്ഞ ആൾ നമ്മളെ തൊപ്പി തന്നെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പുതിയ ആ തൊപ്പിയുടെ സ്റ്റോക്ക് വന്ന ഒരു വ്ളോഗാണല്ലോ ഇത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് കളേഴ്സും സൈസിലും ഈ പ്രാവശ്യം റമദാനിലേക്ക് പുതുതായി ഒരു തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുക്കുക. കുട്ടികൾക്ക് ആ തൊപ്പി എപ്പോഴും നിസ്കരിക്കുമ്പോൾ ധരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റു നമ്മളെ വലിയ ആളുകൾ പെരുന്നാളിലൊക്കെ തൊപ്പി വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ത്വഹാത്തങ്ങളത് നമുക്ക് പോകുമ്പോൾ ചോദിച്ചു നോക്കാം. പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ചു മടങ്ങുന്ന യാത്രയിൽ തങ്ങൾ ഓൾറെഡി വേറെ ഒരു വണ്ടിയിലായിരുന്നു പരിപാടി സ്ഥലത്തേക്ക് വന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തങ്ങൾക്ക് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, അടുത്തൊരു ദിവസം നമ്മുടെ ഈ കാര്യം പറഞ്ഞ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അടുത്തൊരു ദിവസത്തെ പരിപാടിക്ക് വരുന്ന മുന്നേ തന്നെ ഞാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, തങ്ങളെ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്, തങ്ങൾ കുറച്ച് നേരത്തെ വന്നാൽ നമുക്കത് എടുക്കാമായിരുന്നു. എന്ത് സംഭവിച്ചു വെച്ചാൽ തങ്ങൾ നേരത്തെ എത്തി. എവിടെയെന്ന് വെച്ച് വിളിക്കുമ്പോൾ ഞാൻ വരുന്ന കാറ് കുറച്ച് ലേറ്റായി, നമ്മളെ കൂടെയുള്ള ഓര് വരാൻ ലേറ്റായി. അങ്ങനെ ലാസ്റ്റ് അന്നും എടുക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വൈകിയതുകൊണ്ട്
പിന്നെ നമ്മളിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അടുത്തൊരു സമയത്ത് എന്തായാലും നമുക്ക് തങ്ങളെയും കുറേ ആളുകളെ ഉൾപ്പെടുത്തി റോഫുസ്താനൊക്കെ ഉൾപ്പെടുത്തി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ പിന്നെ 3 പേരും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തെറ്റായ ഉത്തരമായതുകൊണ്ട്. നമുക്ക് അടുത്ത സമയത്ത് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കണം. ഓൺലൈനായിട്ട് നമ്മുടെ തൊപ്പി ഓർഡർ ചെയ്യാവുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ഓർഡർ ഈ നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അതിനുള്ള നമ്പർ മുമ്പ് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് നമ്പർ പഴയ നമ്പർ തന്നെയാണ്. എന്നാൽ പുതിയതായിട്ട് ഇത് കാണുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ബാക്കി അപ്ഡേറ്റ്സ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. യൂട്യൂബിൽ നമുക്ക് എപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. റമളാൻ മാസമൊക്കെ നമ്മളരികിലെത്തി. അസ്സലാമു അലൈക്കും.